എനിക്ക് ഈ 30 വയസ്സിനിടയ്ക്ക് സോറി ആ ഡോറിലൂടെ ഇനി വരാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഇന്നൊരു ശനിയാഴ്ച ഉച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 2 ലെജൻസും ഒന്നിക്കുന്ന ഒരു സിനിമ കാണാൻ അദ്ദേഹം ദുബായ് ചൂസ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന ആ മൊമെന്റ്. Let's celebrate that together, and on my count of 3 make the biggest noise possible for your lovely star, Malayalatinte Mammookka. Welcome Mammookka. ആദ്യം ഒരു വലിയ നന്ദി പറഞ്ഞോട്ടെ നമുക്ക്. ആദ്യം ഒരു വലിയ നന്ദി പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ, അന്ന് ആ ലൈവില് ലാലേട്ടൻ ചോദിച്ചു ഇച്ചാക്ക എവിടെയാ പടം കാണുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ പറഞ്ഞു ഞാൻ ദുബായിലായിരിക്കും പടം കാണുന്നത്. അതിന്റെ സന്തോഷം അറിയിച്ചേ. ശരി, നമുക്ക് ഇരുന്നാലോ? എല്ലാവർക്കും ഒന്ന് ഇരുന്നാൽ, എല്ലാവരും ബാക്കിലുള്ളവർക്കൊക്കെ കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ഇരുന്നാൽ പ്ലീസ് പ്ലീസ് ബി സീറ്റഡ്. And are you ready to hear നമ്മുടെ മമ്മൂക്ക speak? Are you? സാധാരണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് വലിയ വീരവാദം മുഴക്കലാണ് ഇവിടെ പരിപാടി. സിനിമ അങ്ങനെയായിരിക്കും, സിനിമ ഇങ്ങനെയായിരിക്കും. സിനിമ ഏതായാലും ഇറങ്ങി പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. നല്ലതാണ്, ചീത്തയുടെ പകുതി കൊള്ളാം, ബാക്കി കൊള്ളാം, മുക്കാൽ കൊള്ളാം, അവസാനം കൊള്ളാം, ആദ്യം കൊള്ളാം. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവർക്കും തോന്നുന്ന പോലെ അഭിപ്രായങ്ങൾ പറയാം. ഇതിപ്പോൾ നിങ്ങൾ പലരും കേട്ട് കാണും, അതൊക്കെ കേട്ടിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് വേണ്ടത്. ഈ സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ച് തന്നെയാണ്, എല്ലാവർക്കും രസിക്കണമെന്ന തരത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കാണാത്തൊരു വിഷയമാണ്. ചില ആൾക്കാർ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടാണെന്ന് പറയുന്നവരുണ്ട്. അവരുടെ അത്ഭുതകരമായ കാഴ്ചകളെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഞാൻ 30 കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ 30 വയസ്സിനിടയ്ക്ക് സോറി എൻ്റെ 35 വയസ്സിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഞാൻ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഒരു എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. ഈ സിനിമ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിനിമയായിരിക്കും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് ദിസ് സിനിമ. Absolutely, നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ആൻഡ് അഗൈൻ നമുക്ക് പറഞ്ഞു തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാക്കാനാണ് നമ്മൾ എല്ലാവരും വന്നേക്കുന്നത്. നമുക്ക് ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ സ്ക്രീനിന്റെ ടൈമിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും മുമ്പോട്ട് തന്നെ വന്നിരുന്നോളൂ. സീറ്റുകളിലോട്ട് നമുക്ക് പിന്നെ പോവാം. തൽക്കാലത്തേക്ക് നിങ്ങളുടെ മമ്മൂക്കയെ അടുത്ത് കാണാൻ ഇതിന് നല്ലൊരു അവസരമില്ലല്ലോ, അതുകൊണ്ട് ഫ്രണ്ടിലെ സീറ്റുകൾ തന്നെ ഓക്യുപൈ ചെയ്തോളൂ. എന്ത് കരുതി ബാരിക്കേഡ് പൊളിക്കാനല്ല പറഞ്ഞത്, പ്ലീസ്. അപ്പോ എനിക്ക് നമ്മുടെ പ്രസും മീഡിയയും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് 1-2 ചോദ്യങ്ങൾ എടുക്കുന്നതിന് കുഴപ്പമുണ്ടാവോ? കുഴപ്പമില്ലല്ലോ. അതൊഴിച്ച് ബാക്കിയെല്ലാം ചോദിക്കണം. വീട്ടുപേരും അഡ്രസ്സും ചോദിക്കരുത്, ബാക്കി എന്തോടെ ചോദിച്ചോളാൻ പറഞ്ഞു.
അതെ പടം കണ്ടവരാരൊക്കെ ഉണ്ട് ഇവിടെ കൂട്ടത്തില്? രണ്ടാമത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. കണ്ടവർക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം കൈയടിച്ച്. ഇത് റിയൽ മുഖ, ഇത് ബാക്കി റിവ്യൂ ഇതൊന്നുമല്ല, പ്രേക്ഷകന്റെ മനസ്സാണ് ഈ കാണുന്നത്. പ്ലീസ്. നമുക്ക് നമസ്കാരം. എന്റെ പേര് സുരേഷ്, മാതൃഭൂമി ചാനലിൽ നിന്നാണ്. ഇവിടെ ഈ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സൈബർ സെക്യൂരിറ്റി പോലുള്ള സംഭവങ്ങൾ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ സബ്ജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷം, പ്രത്യേകിച്ച് ഒരു ആനുകാലികമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള ഒഴിഞ്ഞുനോട്ടം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കൊരു സ്വകാര്യതയും നമ്മുടെ കാര്യത്തിലുള്ള നാട്ടുകാർക്ക് നമ്മുടെ എന്തും കാണാം എന്തും പറയാം എന്നുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അതിനൊരു മുന്നറിയിപ്പാണ് സിനിമ. അത് തടയാനുള്ള മാർഗങ്ങൾ നമ്മളല്ല നോക്കേണ്ടത്. അത് ഒരു അവയർനെസ്സാണ്. നിങ്ങൾ അതിനെപ്പറ്റി ബോധവൽക്കരിക്കാൻ സിനിമ. ഇത് ബോധവൽക്കരണ സിനിമയൊന്നുമല്ല, പക്ഷേ അതിന് ശ്രമിച്ച ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് സിനിമയുടെ പ്രധാന കഥാതന്തു. അതിനുവേണ്ടി ജീവൻ വിനിയോഗിക്കേണ്ടി വന്നവരും അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നവരും ചേർന്നൊരു സ്റ്റേജ് സെൽഫി അങ്ങോട്ട്. ഓക്കെ, ഓ രണ്ട് സൈഡിലോട്ട് എടുക്കാം. Okay? There you go. Turn right. There you go. Okay.